നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമായ ദൃശ്യം 3 ഏപ്രിൽ 2 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ട്രെയിലറിന്റെ സെൻസറിങ്ങിനെ പറ്റിയിട്ടുള്ളതാണ്. ട്രെയിലർ സെൻസറിങ് എല്ലാം കഴിഞ്ഞു. യു സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. ട്രെയിലറിന്റെ ദൈർഘ്യം 1 മിനിറ്റും 44 സെക്കൻഡുകളും ആണ്. ഈ വരുന്ന ആഴ്ചയിൽ തന്നെ സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടകം തന്നെ സിനിമയുടെ OTT ഡീലിന്റെ അപ്ഡേറ്റുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ റെക്കോർഡ് ഡീലാണ് ഈ സിനിമയ്ക്ക് നടന്നിരിക്കുന്നത്. മലയാള സിനിമ സ്വപ്നം കാണാത്ത തരത്തിലുള്ള ഒരു എമൗണ്ട്. പല സിനിമകളുടെയും ഫൈനൽ കളക്ഷനാണ് ഈ ഒരു ചിത്രത്തിൻ്റെ OTT ഡീലായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന എമൗണ്ട്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള സോഷ്യൽ മീഡിയ അപ്ഡേറ്റുകൾ പ്രകാരം 85 കോടിക്കാണ് ഈ സിനിമയുടെ OTT ഡീൽ നടന്നതായി അറിയുന്നത്. ബിസിനസ്സിലൂടെ മാത്രമായി 100 കോടിക്ക് മുകളിൽ നേടുന്ന ആദ്യ ചിത്രമാകും ദൃശ്യം 3. ജോർജ് കുട്ടിയെയും കുടുംബത്തിനെയും ഏറ്റെടുക്കാനായി ഓരോ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. ദൃശ്യം 1ഉം ദൃശ്യം 2ഉം ജനങ്ങളിലേക്ക് അത്രത്തോളം ആഴ്ന്നിറങ്ങിയ ചിത്രങ്ങളായിരുന്നു. വീണ്ടും ദൃശ്യം 3യിലൂടെ ജോർജ് കുട്ടി വരുമ്പോൾ ഇവിടെ പ്രേക്ഷകർ മുൾമുനയിൽ തന്നെയാണ്. ആകാംക്ഷയുടെ ഭാരവും ചുമന്ന് ഏപ്രിൽ 2 വരെ കാത്തിരിക്കാൻ പ്രേക്ഷകന് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഈ സിനിമ റിലീസാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ മലയാളിയും. ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെയാണ് ജോർജ് കുട്ടിക്ക് ഉള്ളത്. ഒരു പക്ഷേ മോഹൻലാൽ എന്ന താരത്തെക്കാൾ ഏറെ അതിനു മുകളിൽ നിൽക്കുന്ന ഒരു സൂപ്പർ താരമാണ് ജോർജ് കുട്ടി. ഒരു പക്ഷേ മോഹൻലാലിനെ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ജോർജ് കുട്ടി ഹീറോ ആണ്. ഒരു 4ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിയിൽ വിരിഞ്ഞ ഈ കഥ ഇന്ന് മലയാളികൾ ഏവരുടെയും കഥ തന്നെയാണ്. ഇക്കുറി ജോർജ് കുട്ടി പിടിയിലാകുമോ എന്ന് ചോദിക്കുന്നവരുണ്ടെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ജോർജ് കുട്ടിയുടെ ബുദ്ധിയെ കീഴടക്കാൻ കഴിയില്ല. ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ പുതിയ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് പിറക്കാൻ പോവുകയാണ്. ഒരു പക്ഷേ കേരളത്തിൽ ആദ്യ ദിനം തന്നെ 20 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന ആദ്യ ചിത്രമായി മാറും. പ്രീസെയിലൂടെ മാത്രമായി ഒരു പക്ഷേ ഈ ചിത്രം 200 കോടി കടക്കും. ഇത് മലയാള സിനിമയിലെ തന്നെ ആദ്യമായി 500 കോടി നേടുന്ന ചിത്രമായി മാറും. ഒരു പക്ഷേ ബിസിനസ് കൂടി ചേരുമ്പോൾ 700 കോടിക്ക് മുകളിലായിരിക്കാം ഈ ഒരു സിനിമയുടെ കളക്ഷൻ. എന്തായാലും ഞാൻ ജോർജ് കുട്ടിയും ഫാമിലിയും കാത്തിരിക്കുകയാണ്. നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത്? അപ്പോൾ നിങ്ങളൊരു ജോർജ് കുട്ടി ഫാൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.